നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയ വ്യക്തിയാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ. കേസ് തുടങ്ങി 5ാം വർഷമാണ് ബാലചന്ദ്രകുമാറിന്റെ ഈ തുറന്ന പറച്ചിലുകൾ ഉണ്ടാകുന്നത്. നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ നടൻ ദിലീപിന്റെ കൈവശമെത്തിയെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു ഇത്. ഇതാകട്ടെ 8ാം പ്രതിയായ ദിലീപിനെതിരെ കുരുക്കുമുറുകാനും കൂടുതൽ കുറ്റങ്ങൾ ചുമത്തുന്നതിലേക്കും നയിച്ചു. എന്തായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ ഇടപെടൽ? അതെങ്ങനെയാണ് കേസ് വീണ്ടും സജീവ ചർച്ച ആകുന്നതിലേക്കും ദിലീപിന് വലിയ തിരിച്ചടി ആയതിലേക്കും നയിച്ചത്? പരിശോധിക്കാം. കേസിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കെയാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചില സുപ്രധാന വെളിപ്പെടുത്തലുകൾ നടത്തിയത്. 2021 ഡിസംബറിലായിരുന്നു ഈ വെളിപ്പെടുത്തലുകൾ. കേസിലെ 1ാം പ്രതി പൾസർ സുനിയുമായി ദിലീപിന് അടുത്ത ബന്ധമുണ്ടെന്നും ആക്രമണത്തിന് മുൻപ് ഇരുവരും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നും ആക്രമണത്തിന് ശേഷം പൾസർ സുനിയും സംഘവും പകർത്തിയ ദൃശ്യങ്ങൾ ദിലീപ് കണ്ടിട്ടുണ്ട് എന്നുമായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ. ദിലീപ് അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടിലിരുന്ന് ഐപാഡിലാണ് ഈ ദൃശ്യങ്ങൾ കണ്ടതെന്നും ഇദ്ദേഹം മൊഴി നൽകി. പിന്നീട് ഈ ദൃശ്യങ്ങൾ മുംബൈയിലെ ഒരു ലാബിൽ വെച്ച് ഒരു ഹാക്കർ ഉപയോഗിച്ച് നീക്കം ചെയ്തെന്നും വെളിപ്പെടുത്തിയിരുന്നു. ഈ കാര്യങ്ങൾക്കെല്ലാം താൻ ദൃക്സാക്ഷിയാണെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു. ഇതിനെല്ലാം പുറമെ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപും സംഘവും ഗൂഢാലോചന നടത്തിയിരുന്നു എന്നും ബാലചന്ദ്രകുമാർ ഈ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് ദിലീപ് സംസാരിക്കുന്നത് താൻ കേട്ടിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി എം ബൈജു പൗലോസ് ദിലീപിനെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്ന ഡിവൈഎസ്പി കെ സുദർശൻ എന്നീ ഉദ്യോഗസ്ഥരെ വധിക്കാനായിരുന്നു ദിലീപ് പദ്ധതിയിട്ടത്. ഈ അഭിമുഖത്തിൽ ഇദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലുകൾ ഇങ്ങനെയാണ്. തന്റെ വെളിപ്പെടുത്തലുകളെ സ്വാധീനിക്കുന്ന ചില ശബ്ദ സംഭാഷണങ്ങളും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. ഒരാളെ തട്ടാൻ തീരുമാനിക്കുമ്പോൾ എപ്പോഴും ഗ്രൂപ്പിലിട്ട് തട്ടണമെന്ന് ദിലീപ് പറയുന്നതായിരുന്നു ആ വോയിസ് ക്ലിപ്പിലെ പരാമർശം. പിക് പോക്കറ്റ് എന്നൊരു സിനിമ ദിലീപുമായി ചേർന്ന് ചെയ്യാൻ ബാലചന്ദ്രകുമാർ പ്ലാൻ ചെയ്തിരുന്നു. ഈ സമയത്ത് താൻ സ്ഥിരമായി ദിലീപിന്റെ വീട്ടിൽ പോകാറുണ്ടായിരുന്നെന്നും ഈ ഘട്ടത്തിലാണ് കേസുമായി ബന്ധപ്പെട്ട ദിലീപിന്റെ ഇടപെടലുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത് എന്നുമായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ. നടിയെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ദിലീപും പൾസർ സുനിയും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു എന്ന ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ തനിക്ക് പൾസർ സുനിയെ അറിയില്ല എന്ന ദിലീപിന്റെ കള്ളം പൊളിക്കുന്നതായിരുന്നു. നടിയെ ആക്രമിക്കുന്നതിനു വേണ്ടി ദിലീപ് നേരിട്ട് ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും ഇക്കാര്യം തനിക്ക് അറിയാമായിരുന്നു എന്നും ബാലചന്ദ്രകുമാർ മൊഴി നൽകി. ഇതോടെയാണ് ഈ കേസിന്റെ 2ാം ഘട്ടത്തിൽ ദിലീപ് കൂടുതൽ പ്രതിരോധത്തിലായത്. ബാലചന്ദ്രകുമാറിന്റെ ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് 2020 ജനുവരി ആദ്യ വാരത്തിൽ ഈ കേസിൽ തുടരന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടത്. ഈ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ദിലീപിനും മറ്റ് 5 പേർക്കെതിരെയും അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയതിനും തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയും ക്രൈംബ്രാഞ്ച് പുതിയ കേസ് എടുത്തിരുന്നു. ഈ ഘട്ടത്തിൽ തന്നെ ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ എറണാകുളം CGM കോടതി അന്വേഷണ സംഘത്തിന് അനുമതി നൽകുകയും ചെയ്തു. കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ശബ്ദരേഖകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. ഈ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മഞ്ജു വാര്യർക്ക് പുറമെ ബാലചന്ദ്രകുമാറിനെ കേസിലെ പ്രധാന സാക്ഷിയാക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുടെയും വെളിപ്പെടുത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് കേസിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതും ദിലീപിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതും. ഇതാകട്ടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു എന്നൊരു പുതിയ കേസിനും വഴിയൊരുക്കി. ഇതിനു പുറമെ കേസിലെ വിചാരണ തടസ്സപ്പെടുത്താൻ ദിലീപ് ശ്രമിച്ചിരുന്നു എന്ന പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്കും ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ ബലമേകി. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചും തെളിവുകൾ നശിപ്പിച്ചും കോടതി രേഖകൾ ചോർത്താൻ ശ്രമിച്ചുമെല്ലാം ദിലീപ് ഈ കേസിന്റെ വിചാരണ തടസ്സപ്പെടുത്താൻ പലപ്പോഴും ശ്രമിച്ചിരുന്നു. ഇതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഈ വാദങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുന്നതായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളും അദ്ദേഹം പുറത്തുവിട്ട ശബ്ദരേഖകളും. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. ഈ ആരോപണം ശരിവെക്കുന്ന രീതിയിൽ തുടക്കത്തിൽ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം നിന്ന പലരും പിന്നീട് കൂറുമാറുകയും ചെയ്തു. ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ ദിലീപിന്റെ സ്വാധീനവും ഭീഷണിയുമാണെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നു. ഇതിനു പുറമെ കോടതിയുടെ കസ്റ്റഡിയിലുള്ള തെളിവുകൾ ചോർത്താനും പ്രതിഭാഗം ശ്രമിച്ചു എന്നും പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ വെച്ച് സംശയാസ്പദമായ രീതിയിൽ പരിശോധിക്കപ്പെട്ടത് ഇതിന്റെ ഭാഗമാണെന്നും പ്രോസിക്യൂഷൻ ആരോപണം ഉയർത്തിയിരുന്നു. പ്രോസിക്യൂഷന്റെ ഈ ആരോപണങ്ങളെ ശരിവെക്കുന്നതായിരുന്നു പല ഘട്ടങ്ങളിലായി ബാലചന്ദ്രകുമാർ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ. ഇതിനോടുള്ള ദിലീപിന്റെ പകപോക്കൽ എന്നോണം ബാലചന്ദ്രകുമാറിനെതിരെ ഒരു പീഡന പരാതിയും ഉയർന്നു വന്നിരുന്നു. ജോലി വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്നായിരുന്നു കണ്ണൂർ സ്വദേശിനിയായ യുവതിയുടെ പരാതി. കൂടാതെ പീഡന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് യുവതി നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. അതേസമയം ദിലീപ് ഇടപെട്ട് മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാണിതെന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വാദവും. നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ ഒരു ഘട്ടം കഴിഞ്ഞുള്ള മുന്നോട്ടുപോക്കിന് ഏറെ സഹായിച്ചതായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ.
ഇതിനിടെ വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായെങ്കിലും സാക്ഷി വിസ്താരത്തിനടക്കം അവസാന നാളുകളിലും അദ്ദേഹം സഹകരിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തു. ഒടുവിൽ കഴിഞ്ഞ ഡിസംബർ 13-ന് ബാലചന്ദ്രകുമാർ അന്തരിച്ചു. ഈ ഡിസംബർ 8-ന് വിധി വരുമ്പോൾ അത് കാണാനായി ബാലചന്ദ്രകുമാർ ഇല്ലെങ്കിലും ആ വെളിപ്പെടുത്തലുകൾ കേസിൽ വഴിത്തിരിവായി മാറിയത് അടയാളപ്പെടുത്തുന്ന വിധിയാകുമോ ഉണ്ടാവുക.